സുന്നത്ത് ജമാഅത്തിന്റെ പടനായകനായ, സമസ്തയുടെ പടനായകനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റിനെയാണ് നിങ്ങൾക്ക് ഖാദിയായി ലഭിച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ഇൽമിന്റെ നിറകുടമാണ്. എല്ലാ മസായിലുകളെയും തഹ്ഖീഖോടുകൂടെ പറയാൻ അറിവുള്ള ആളാണ്. സമസ്തയുടെ ഫത്വ ബോർഡിന്റെ നായകനാണ്. നാട്ടിന്റെ ഏത് ഭാഗത്ത് നിന്നും ചോദ്യ ശരങ്ങൾ ഉണ്ടായാൽ, ഫത്വ ആവശ്യപ്പെട്ട് വന്നാൽ അത് അടിയൊപ്പിടേണ്ടത്, അന്ത്യമായി തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ്. ഇന്നത്തെ ഈ നമ്മുടെ കേരളത്തിൽ തീർച്ചയായും, പൊതുവെ ഞാൻ പറയുന്നില്ല, കേരളത്തിൽ തീർച്ചയായും നമ്മുടെ ഇടയിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, തഹ്ഖീഖോടുകൂടെ ഇബാറത്ത് സഹിതം നമ്മൾക്ക് ഉപദേശിച്ചു തരുന്ന ഒരു ആലിമിനെ, ഒരു വാഹിദിനെ നമ്മളിപ്പോൾ മഹാനായ സയ്യിദുൽ ഉലമയാണ് കാണുന്നത്, കേൾക്കുന്നത്. പക്ഷെ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ചിലർക്കത് ദഹിക്കുകയില്ല. അവർ പറഞ്ഞില്ലേ, ഈ ഫോണിലും മറ്റുമൊക്കെ വിമർശിക്കുന്നവരുണ്ടാകും, തങ്ങളെ തന്നെ വേണമെങ്കിൽ വിമർശിക്കുന്നവരുണ്ടാവും. തങ്ങൾക്ക് അതിൽ പരാതിയില്ല. കാരണം മഹാനായ സയ്യിദുൽ ഉലമന്റെ വലിയ ഉപ്പ ദീനിന്റെ പ്രചരണവുമായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സയ്യിദുൽ ഉലമന്റെ വലിയ ഉപ്പയാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പ്രചരണത്തിന് ഇറങ്ങിയപ്പോ ഭ്രാന്തന്മാരെ പോലെയുള്ള കുട്ടികൾ പിന്നാലെ പോയില്ലേ. ഈ എന്താന്ന് ഈ വാട്സപ്പിലൊക്കെ പറയുന്ന ഭ്രാന്തന്മാര്, അതിനേക്കാൾ വലിയ ഭ്രാന്തന്മാര് തായിഫിലെ കുട്ടികളും അതേപോലെ ചെറുപ്പക്കാരും റസൂലുള്ളാഹിന്റെ പിന്നാലെ പോയിട്ട് കല്ലെടുത്തെറിഞ്ഞില്ലേ, കാലിൽ വന്ന് ചോര വന്നില്ലേ. അള്ളാന്റെ റസൂല് ആ ചോര ശരീരത്തിൽ തന്നെ അങ്ങ് പെരട്ടിക്കളഞ്ഞില്ലേ. എന്തിനാണ് നബിയെ ഇങ്ങനെ പെരട്ടിയത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ആദരവായ റസൂല് പറഞ്ഞത്, എന്റെ രക്തമെങ്ങാനും ഒരു തുള്ളി ഭൂമിയിൽ ഉറ്റിയാൽ ഈ പ്രദേശം നശിച്ചു പോകും എന്ന് പേടിച്ചിട്ടാണ് എന്റെ ചോര എന്റെ ശരീരത്തിൽ തന്നെ പുരട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് തങ്ങൾ ഉസ്താദിനും ഞങ്ങളെ ദീനിന്റെ പ്രവർത്തകരും സമസ്തന്റെ ആൾക്കാർക്ക് അതൊന്നും പേടിയില്ല. അവരുടെ മുമ്പിൽ തൊട്ട് മുട്ടുമടക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ സമസ്തന്റെ മക്കളാണ്, ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. സയ്യിദുൽ ഉലമ എന്താണോ പറയുന്നത് അതിന്റെ പിന്നിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുകയാണ്. കാരണം എന്നിരുന്നാലേ ഭാവിയിൽ ഈ നമ്മുടെ മഹല്ലുകളൊക്കെ ഒരു തഹ്ഖീഖ് മുഹഖിഖായ ഒരു പണ്ഡിതന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടതായ സഹോദരന്മാരെ, ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, ഒരുപാട് പരിപാടികൾ ഇവിടെ ഉണ്ട്. ഞാനൊരു ബറക്കത്തിന് വേണ്ടി തങ്ങൾ ഉസ്താദിന്റെ പരിപാടി ആയതുകൊണ്ട് ഇവിടെ ഒരു തബറുക്കിന് വേണ്ടി വന്നതാണ്. മഹാനവറുകളുടെ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ 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 സന്തോഷമായി. കാരണം തങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കും, തങ്ങളുടെ മനസ്സിൽ എപ്പോഴും എനിക്കുള്ള ഒരു ദ്വാ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനൊരു ഹിദ്മത്തിന്റെ ഒരു സന്ദർഭം ലഭിച്ചപ്പോൾ ഞാൻ അത് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമറാക്കളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടതായ സഹോദരങ്ങളോട് പറയാനുള്ളത്, വളരെ കലുഷിതമായ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ. ഇവിടെ ഇന്ന് സത്യത്തെ വളച്ചൊടിക്കുകയും യാഥാർത്ഥ്യത്തിന് എതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന, രാവ് പകലും പകല് രാവുമാക്കുന്നതായ ചില എന്തെന്നതിന് പറയാം, ഈ വാട്സപ്പിന്റെ ആൾക്കാർക്കുള്ള ഒരു പണി അതാണ്. നമ്മൾ വഞ്ചിതരായി പോകരുത്. അതിന് ചില ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്, പണ്ഡിത വേഷധാരികളും വന്നിട്ടുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, ഈ സമുദായത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഉലമായിനെ ബഹുമാനിക്കുന്ന, ഉലമായിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ അല്ലാഹു തആല ഈ മുസ്ലിം ഉമ്മത്തിന് നമ്മൾക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ദുആ കൊണ്ട്